നമ്മള് രാവിലെ തന്നെ ഒരു 3:30 ആയിട്ടോ നമ്മള് വയനാട് പോവാണ്. ഇവിടുന്ന് ഒരു 46 കിലോമീറ്റർ. ടീംസ് നോക്കി മുത്തിന്റെ ടീംസ് 4 നേരെ വരാണ്ട്. അപ്പൊ ബാക്കി പോകുമ്പോ കാണാട്ടോ. മുത്തി ഭയങ്കര ഫയർ ഗൈസ്. പിന്നെ മുത്തി ഭയങ്കര ചൂടാട്ടോ. രാവിലത്തെ ഭയങ്കര ഫയറാണ് മുത്തി. ടീംസ് ഒരാൾ എണ്ണടിക്കാൻ പോയത്. എണ്ണിങ് കഴിഞ്ഞത്ര ഇതൊക്കെ രാത്രി നോക്കണ്ടല്ലേ നോക്കരുത്. അസീസ് 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 അല്ല അസീസ്. ഇപ്പൊ ഗൈസ് ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ചായക്കട നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അൽമാസ് ചായക്കട. അൽമാസ് ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലുണ്ട്. അൽമാസ് ഹോട്ടൽ ഇവിടെ ഉണ്ട്. അപ്പൊ ചായ അടിച്ചിട്ട് ബാക്കി തണുപ്പിട്ടോ 3/4 മണിക്കൂർ യാത്ര ചെയ്ത് ആകെ കിടക്കിട വിറച്ചോണ്ടിരിക്കണേ. പിന്നെ കിടകിട വിറക്കുന്നത് നമ്മള് കിടകിട ചൂട് ചായോ ജീപ്പിലെ ഏതോ കാലത്ത് പഴക്കമുള്ള നല്ല അടിപൊളി മുട്ടപ്പുണ്ട്. ചായ എന്തുണ്ടൊക്കെ കേട്ടോ. റോഡ് നോക്കിട്ടാ റോഡ് നോക്കിയ പിന്നെ സുബൈ നിക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പള്ളി തട്ടി ഗൈസ്. ഇപ്പൊ അടുത്ത പരിപാടി സുബൈ നിക്കരിക്കുക. എന്നിട്ട് നമ്മള് സ്ഥലം കാണാൻ പോകട്ടോ. മുകളിലേക്ക് കയറുകയാണ്. കാര്യങ്ങളുണ്ട്, വണ്ടി വലിയുന്നില്ല. കാണുന്നതൊക്കെ വലിയൊരു ഫലങ്ങളാട്ടോ. ഒത്തിരി കഴിഞ്ഞാൽ വലിയൊരു വള്ളം. പക്ഷെ ഒന്നുമില്ലെന്ന് പറയണില്ല. സീനാക്കാണ് പ്രശ്നമല്ലേ. നേരം വെളുക്കാനായി ഗായ്സ്. നേരം വെളുത്തോണ്ടിരിക്കാണ്. പറന്നു വരുന്നുണ്ട് പക്ഷെ എത്തുന്നില്ല. എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല. അതിന് അത്ര പവറില്ല. അതീസ് പവറാണ് ഗൈസ്. നമ്മളെ വയനാട് വീപ്പിന്റെ എത്താനായി കുറച്ചും കൂടെ ഉണ്ട്. നമ്മളെ ടീംസിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് അതിന്റെ ഹിൽസ്, വയനാട് ഹിൽസ്. പിന്നെ വലിയൊരു കയറ്റാണ്. ഇത്രയും കയറ്റം തന്നെയായിരുന്നു കയറിയത്. വൈബ് യാത്ര. നല്ല രാവിലെ തന്നെ നല്ല കോടമനെ കണ്ടിരുന്നു. ക്യാമറ കുറച്ച് ക്ലിയർ കുറഞ്ഞുകൊണ്ട് കിട്ടിയില്ല. എന്നാലും എല്ലായിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മൾ പാർട്ടോ. ഓ സീന് നല്ല ഒരു കോട ഉണ്ട് കേട്ടോ. കോട നമ്മളെ കൂടെ വന്ന ടീംസിനെ കാണാനില്ല. ഒരു വൈമാരെ എടുക്കോ പോയിട്ട് അറിയില്ല. ഒളിച്ചിട്ട് കിട്ടുന്നില്ല. റേഞ്ച് ഇല്ല ഇവിടെ. ആകെ റേഞ്ച് VI മാത്രമേ കിട്ടോ. നമ്മളെ എത്ര റേഞ്ചില്ല. എൻ്റെ ജിയോ റേഞ്ച് ഉണ്ടോ? ഇല്ല. ജിയോ ഇവിടെ ഇല്ലാന്നാ കാണിക്കുന്നത്. അങ്ങനെ സംഭവം ഇല്ല. വലിയ സാലറി കൊണ്ട് വെച്ചു VI പവറിന് 5G അവിടെ ഉണ്ട്. എന്റെ ഫോണ് എയർടെൽ കാണാനില്ല. എയർടെൽ ഫോൺ സിം കാണിക്കുന്നില്ല. പറന്ന് വരുന്നുണ്ട്. പറന്ന് എത്തുന്നത്ര അങ്ങനെ കാസർഗോഡ് പറയാം. എന്നുവെച്ചാല് പറന്ന് വന്ന് എത്തുന്നുണ്ട് ആണല്ലേ. ആ അങ്ങനെ വെളിച്ചം എത്തിയിട്ടുണ്ട്. വെളിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വെയിലായി. കുറച്ച് അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല രസമുണ്ട്. ചായ കുടിച്ചോണ്ട് ഉഷാറായി. എല്ലാം നല്ല ഉഷാറാവൂല. ഏറ്റവും കുറെ കയറുണ്ട്. ഒരു ഓഫ് റോഡ് കളിച്ച് തന്നെ അടിപൊളിയാവും. ആക്സസ് കുഴപ്പമൊന്നുമില്ല. സെറ്റാണ്. എന്നാലും എന്തിനാവട്ടെ. അപ്പൊ ഇനി കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. മറ്റേ വീഡിയോ കണ്ടുപോലെ മറ്റേത് കിട്ടി തോന്നണേ. പിന്നെ റേഞ്ച് പോയിട്ടാ. അവിടെ VI ഇല്ല. VI പോയി.
ഓഫ് റോഡാണ്. കല്ലുമട്ടി തോന്നിട്ട പോലെ വണ്ടി പറഞ്ഞു വരാൻ കേട്ടോ. ഓ ഉപ്പാടാണ് ഊരൊക്കെ ഉപ്പാടാണ് കഴിക്കുന്നത്. ഊരന്റെ ഉപ്പാടപ്പാണ്. ഓ തീരുമാനായി. തീരുമാനായത് നോക്കിയിരിക്കണ്ടേ. ഫോണ് വണ്ടി തീരുമാനം. അത് വലിയ കല്ല് കണ്ടോ. അതൊക്കെ നേരെ എനിക്ക് ഇതൊക്കെ വണ്ടി വേണ്ട റോട്ടല്ലേ. ഞാൻ ജീപ്പ് കൊണ്ടുവന്നോളി. അത് നടക്കോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീണുള്ള എക്സ്പീരിയൻസ്, കടന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എവിടേക്കാണ് മണ്ണ? ഡ്രൈവറിനോ അത് കല്ലിനോ. ഇതാ ഹെവി ഡ്രൈവർ. ഇതാ നോക്കിയ അസീസ് പവറാണ് ഗൈസ്. ഞാനൊക്കെ തെറിച്ച് വീണ്. ഓഫ് റോഡ് ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായി പോയി. പറക്കണം നമ്മൾ ഓഫ് റോഡ് അടിച്ചത്. വണ്ടിയൊക്കെ ഇങ്ങനെ പൊന്തി കളിച്ചു. ഒരു ടൈം അവിടെ വീണ് പാവങ്ങള്. വണ്ടിയൊക്കെ പരിപ്പയക്കണം കേട്ടോ. അത് നീ ഫുള്ള് വീടെടുത്താ. ഇത് 5. അപ്പൊ ഞാൻ കുറച്ച് ഓടാം. എങ്ങനെയുണ്ട് നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ്? ലെവലോ? ഞാൻ എന്തൊക്കെ യൂട്യൂബിൽ ഇട്ടോ. പിന്നെ അതൊന്നും പറയാൻ നിൽക്കട്ടോ. ഓ സീന്. നമ്മള് വയനാട് എത്തിയിട്ടുണ്ടോ? വയനാട് വീപ്പോന്റെ വീപ്പോടെ പോയിട്ടോ. അപ്പൊ ഇനി ബാക്കി പോയൊക്കെ നമുക്ക് ഇതാണ് നമ്മളെ ബോർഡ് ഇട്ടോ. ഈ ബോർഡിലൂടെ ഇങ്ങനെ എന്നാ പിന്നെ നമുക്കൊന്ന് വയനാട് പോയോക്കല്ലേ. പോയേക്കാം. പോന്ന് പോയി. ഞാനുണ്ട്. ഇപ്പൊ വീപ്പോന്റെ എത്താൻ വേണ്ടിട്ട് നടക്കുന്ന സ്പോട്ടൊക്കെ സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ. പോകുന്ന വഴിയൊക്കെ സെറ്റാ. നല്ല രസമുണ്ട്. നമ്മളെ വയനാട് കേറിക്കൊണ്ടിരിക്കട്ടെ. പോണ വഴിയൊക്കെ അടിപൊളി അഡ്വഞ്ചർ സാധനങ്ങളാണ്. സീനാണ്. ഇപ്പൊ കണ്ട കുഞ്ഞിലും കുന്തിലൊക്കെ പോവാണ്ട്. വന്ന് നോക്കിയോളിയില്ല. ഫുൾ അഡ്വഞ്ചർ ടാസ്ക് കേട്ടോ. അടിപൊളിയാണ്. കേറാ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. ആരും ഒഴിവാക്കരുത് ഈ വഴികളൊന്നും. എല്ലാവരും വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നല്ല രസമുണ്ട്. യോ സ്റ്റെപ്സ് സീനാട്ടാ. ഈ സ്റ്റെപ്പ് പോകാനുള്ളത് വയലാരെ മെയിൻ പോയിന്റ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഒരു സ്പോട്ടാണ്. പക്ഷെ കമ്പനിയിൽ ചാടി കിടക്കേണ്ടി വരും. സാഹസികമായി ചാടി കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ എടുക്കാം. വെറുതെ ഫോട്ടോ ഒന്നുണ്ടോ? കാണാൻ രസമുണ്ട്. ഒരു 4-5 ആളാണ് ഇങ്ങനെ നിന്നിട്ട് ഈ തന്തപ്പയോട് പാട്ടാടിക്ക് കൊളാക്കും. പാപ്പാ വലിപ്പാ. അപ്പൊ വയനാട് വ്യൂ പോയിന്റ് അടിപൊളിയാണ്. വന്നോളി പോന്നോളി സെറ്റാക്കിക്കോളി. രക്ഷയില്ല. രാവിലത്തെ നമ്മളെ ബൈക്ക് റൈഡും അതുപോലെ തന്നെ ഓഫ് റോഡ് റൈഡും ട്രക്കിങ്ങും ഒക്കെ പൊളിയായിരുന്നു. രക്ഷയില്ലാത്ത റൈഡായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണ്ടോ, നമ്മളെ ശരീരം നമ്മളെ ലൈഫ് നമ്മൾ സൂക്ഷിക്കണം. ദുനിയാവ് ഇനിയും കാണാണ്ട്, ഒരുപാട് കാണാണ്ട്, കണ്ടു തീർക്കണം. ദുനിയാവ് കണ്ടല്ലോ ആഹൃത്തൊക്കെ എത്തുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കണോ, നമ്മള് നോക്കി കണ്ടിട്ടൊക്കെ നോക്കണം. നടക്കണം, നോക്കി കണ്ടൊക്കെ നടക്കണം. അത്ര ഞാൻ നിങ്ങളെ വലിയൊരു ഫാനാണ്. ഓ എല്ലാ വീഡിയോസും ഞങ്ങളെ കാണാറുണ്ട്. ഒരു വീഡിയോ ഞാൻ ഒഴിവാക്കാറില്ല. ഓ അലമ്പൻസിന് ശേഷം നമ്മൾ ടീംസിന്റെ പേരെന്താ? മുത്തി ഹുബി മുത്തിന്നോ എന്താണ്? ദുബായില് മുത്തി ടീംസ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്തിച്ചാലോ. നല്ല രസം കാണാൻ. ഒരുപാട് മലകളും പർവ്വതങ്ങളും നിരനിര നിൽക്കുന്നു. പിന്നെ എന്തായാലും ഉണ്ടാവുക. അതല്ലാതെ അപ്പുറത്ത് പുഴ തോന്നുന്നുണ്ട്. നല്ല സ്ഥലം പുഴ കാണാൻ. എങ്ങനെയുണ്ട്? പാടാണോ പുഴയാണോ?
എന്താന്നറിയില്ല, കോട കാരണം കാണുന്നില്ല. സ്ഥലം എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ, സെറ്റല്ലേ? വന്ന് വെറുതായോ? നിങ്ങൾ അങ്ങോട്ട് നോക്കി പറ. അടിപൊളി. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത പലതും നമുക്ക് മഞ്ഞില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടു എന്നാണ് ഇവിടുത്തെ പിള്ളേര് പറയുന്നത്. സത്യമാണ്. അപ്പോൾ വയനാടൊക്കെ എല്ലാവരും വന്നോളി, രക്ഷയില്ല, പൊളിയാണ്. രാവിലത്തെ റൈഡും ട്രക്കിങ്ങും അതുപോലെ തന്നെ ഓഫ് റോഡും ഒക്കെ സെറ്റായിരുന്നു. ഓഫ് റോഡൊക്കെ പറന്നിട്ടുണ്ട്, വീണുകൾ കൊണ്ടെടുത്തത്. ആ വീണ് എത്തണം അവിടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ മലകളിലൊക്കെ വരുമ്പോൾ നല്ല ശ്രദ്ധിച്ച് നടക്കണം. ഒന്നും തെറ്റി അപ്പുറത്തെത്തും. നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ട് സൂക്ഷിക്കണം. ദുനിയാവ് ഇനിയും കാണാണ്ട് നമുക്ക്. ദുനിയാവ് ഒരുപാട് കാണാനുണ്ട്. എല്ലാ ദുനിയാവ് ഏകദേശം നമ്മൾ കണ്ടു തീർക്കണം, എന്നിട്ട് ആഹ്റത്ത് പോയാൽ മതി. ഓക്കെ, പടച്ചോണ്ട് പറയല്ലോ, ദുനിയാവ് ഒരുപാട് കണ്ടിരുന്നു, ആഹ്റത്തൊക്കെ അടിപൊളിയായിരിക്കും. അത് കണ്ണൂരുള്ള പൈതൽ മേലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നല്ലതല്ലോ, കണ്ണൂർ കോഴിക്കോട് വന്നിട്ടാണോ? അല്ല പിന്നെ ഇനി കാസർഗോഡ് ഭാഷയിൽ 2 വർത്താനം. അപ്പൊ കണ്ണൂരുള്ളവർ കമന്റ് ചെയ്യുക. അലി വ്ളോഗറിനെ ഇതെല്ലാം വ്യൂ അലി ശരി വരുന്നില്ല, മറ്റേ സാധനം വരുന്നില്ല, അതാണ് വരുന്നില്ല. ഇങ്ങ വന്നിട്ട് നോക്കിട, വന്നിട്ട് നോക്കുമ്പോ എടുത്ത ഒരു മച്ച കാണുന്നുണ്ട്. നാദാ നീ വരച്ചുള്ള ലോകമെത്ര സുന്ദരം, റാഹിമേ നിൻ കലാവൈഭവമാകയും പല അത്ഭുതം. പുലരിയിൽ കുയിൽ പാടിടും പാട്ടുകൾ നിൻ മദ്ഹുകൾ, പൂത്തിടും പൂങ്കനികളെല്ലാം അഹദ് താളങ്ങൾ. വ്യൂ പോയിന്റ് ആണ് വന്നിട്ട് കുറേ ഫോട്ടോ എടുത്ത് എൻജോയ് ചെയ്യുന്നത്. വേറൊരുത്തർ അപ്പുറത്തുണ്ട്, വേറൊരുത്തൻ കിടന്നുറങ്ങാണ്. ഇത്രയും നല്ല സുഖമായിട്ട് കിടന്നു. മറ്റേ വേറെ വ്യൂ പോയിന്റ് വേറെ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. അജാതി വർക്കാണ്. അപ്പം അവൻ എന്ത് ചെയ്യണ്ട്, യാത്ര ചെയ്ത് ക്ഷീണിച്ചാട്ടോ. യാത്ര ചെയ്ത് ക്ഷീണിച്ച് ട്രക്കിങ്ങും ഓഫ് റോഡൊക്കെ അടിച്ചല്ലേ, അതിനെ ക്ഷീണം തീർക്കാം ആശാന്. എന്താ വർക്കല്ലേ. നമുക്ക് പൂരമുണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങാം കേട്ടോ. ഇവിടെ വരുമ്പോൾ കുറച്ച് കിടക്കിയും ബെഡും പുതപ്പൊക്കെ എടുത്ത് പോന്നോളി, തണുക്കാണെങ്കിൽ മറക്കണ്ട. സുഖമായിട്ട് ഉറങ്ങാം ഇവിടെ. അവിടേക്ക് ഫോട്ടോ എടുത്ത് ഷൂട്ടിങ് അപ്പുറത്ത്. അത് വേറെ വേണ്ടന്മാർ 10-200 അടുക്കും കേട്ടോ. 1-2 സ്റ്റോറി ഇട്ടുള്ളൂ, പോസ്റ്റ് ഇട്ടുള്ളൂ. അപ്പം അങ്ങനെ തന്നെയാണ്, എന്നാലും രസമല്ലേ പറയാൻ വേണ്ടിയിട്ട്. നമ്മളെ വയനാട് പരിപാടി കഴിഞ്ഞു കേട്ടോ. സംഗതി ഒക്കെ ഉത്സാഹമായിരുന്നു, പോളി, പവർ സെഹേ പവർ. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ആകെ തീരുമാനമില്ല. ട്രക്കിങ്ങും ഓഫ് റോഡൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യിപ്പിച്ചു. പിന്നെ അവിടുത്തെ വ്യൂ സെറ്റാണ്. അപ്പൊ ഗൈസ് ഇങ്ങോട്ട് പോന്നോളി, ഒന്ന് കണ്ടോളി, റിവ്യൂ അറിയിച്ചോളി.